നിങ്ങളെ കാണുമ്പോൾ വെറൈറ്റി ഉണ്ടാവും. ഞങ്ങളെ വിലേന്റെ പറഞ്ഞ പിന്നെ അത് ഇതാവില്ലേ? അത് കുഴപ്പമില്ല, നിങ്ങളൊരു മിനിമം വില അറിഞ്ഞാൽ മതി. അല്ല ഒരു കുറച്ച്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ വീടിന്റെ എക്സ്റ്റേണൽ ആയിട്ട് വെക്കാൻ പറ്റിയ 5 ചെടികളെ പറ്റിയാണ്. ഇതിന്റെ പേര് ലോറ പെറ്റലം. ലോറ പെറ്റലോ അല്ലേ? ഇതെങ്ങനെ പുറത്ത് വെക്കാൻ പറ്റുന്നല്ലേ? വെയില് നല്ലോണം വേണം. വെയില് വേണം അല്ലേ? വെള്ളം നല്ലോണം വേണം. കുറച്ച് മരം പോലെ വരുന്നൊരു ചെടിയാണ്. നന്നൊരു ചെറിയ റോസ് പൂക്കൾ ഉണ്ടാവും. റോസ് പൂക്കൾ നൂല് പോലെയാണ് അതിന്റെ പൂവിൻ്റെത്. വലിയ പൂവെന്നല്ല, ചെറിയതായിട്ട്. അടുത്ത നമ്മളൊരു മനോഹരമായ ഒരു ചെടിയാണ്, പേര് യുജീനിയ. ഇതെന്തൊക്കെയാ അതിന്റെ പ്രത്യേകത? എന്തൊക്കെയാ? ഇത് ചെറിയ തൈയാണ്. ഇത് കുറച്ച് വലുതായാല് കുറച്ച് ഉയരത്തിൽ വരുന്ന ചെടിയാണ്. പക്ഷെ നമ്മള് ബുഷായിട്ട് വെട്ടി കൊടുത്തിങ്ങനെ ഹൈറ്റ് പോവാതെക്കാൻ. ഈ കളർ വരുന്ന എങ്ങനെയാ വെച്ചാൽ തൂമ്പില് വരുന്ന കളറാണിത്. പൂത്ത് കഴിഞ്ഞ ഈ ഇലയിലും കുറച്ച് ഹൈറ്റ് വരും. പക്ഷെ നമ്മള് വെട്ടി കൊടുത്താൽ അത് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിന്നു ബുഷായിട്ട്. അടുത്ത നമ്മള് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോൾഡൻ അരേലിയ. ഇതുപോലെ നല്ല ബുഷായി വരുന്ന ചെടിയാണ്. ഇത് ബുഷായിട്ട് വരുന്നതാണ്. ഇതിന്റെ തണ്ട് വല്ലാണ്ട് ഹൈറ്റ് ഉണ്ടാവില്ല. നല്ല റൗണ്ടിൽ ഇങ്ങനെ ഇത് കൂട്ടത്തോടെ വെക്കുമ്പോ ഇതിന്റെ ഒന്നുകൂടി വരും അല്ലേ? ഇതിനെന്താ വളമൊക്കെ ഇട്ട് കൊടുക്കണ്ട്? വളം ഞങ്ങൾ അധികം ഇട്ട് കൊടുക്കണത് ചാണകപ്പൊടിയാണ്. അത് കറക്റ്റ് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ എല്ലുപൊടി വേപ്പിണാക്കൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും. നമ്മള് ഇത് പറഞ്ഞില്ലേ, യുജീനിയ പറഞ്ഞില്ലേ? അത് ഒറ്റ ടൈപ്പ് തന്നെ ഉള്ളൂ, വേറെ ടൈപ്പ് ഇല്ല. യുജീനിയ ഇത് അതിന്റെ വെരിഗേറ്റഡ് ആണ്. വെള്ളല്ലേ? ഇത് വെരിഗേറ്റഡ് എന്ന് അതിന് പറയാ. എന്ത് വെരിഗേറ്റഡോ? വെള്ള. പിന്നെ ഈ 2 സൈസ് തന്നെ ഉള്ളൂ അതോ? അത് തന്നെയല്ലേ? പിന്നെ അതിന്റെ വേറെ ആയിട്ടുണ്ട്, പക്ഷെ നമ്മളടുത്ത് ഇപ്പൊ ഇല്ല. വല്ലാണ്ട് ഹൈറ്റ് വരാതെ. ഇതിനെങ്ങനെ റൈറ്റ് എങ്ങനെ വരുന്നേ? ഇതിന്റെ ചെറുതിന് 60 രൂപയാണ്. ചെറിയ ചെറുതിന് അത് 350 വരും. ഇതിന് 200 രൂപ. 200 രൂപ അല്ലേ? ഇതിന് 100 രൂപ. ഇതിന് 60. ഇതിന് ഏകദേശം നമ്മള് ഈ റേറ്റ് വരുന്നത് 60 രൂപയാണ് ഈ ചെറിയ ചെടിക്ക് വരുന്നത്. പിന്നുള്ളത് ഇതിന്റെ വലിയതാണ്. വലിയത് ഇതൊന്നുകൂടി കളറും ഒക്കെ വെച്ചൊരു പ്ലാന്റ് ആണ്. ഇതിന് ഏകദേശം 300 രൂപയാണ് വരുന്നത് ഈ വലിയ ചെടിക്ക്. നമ്മൾ ചെറുതുണ്ട് 200 രൂപ, അങ്ങനെ പല റേറ്റിനും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വൈറ്റിനോ? ഇത് വൈറ്റ് വില കൂടും. വെരിഗേറ്റിന് വില കൂടുന്നുണ്ട്. വൈറ്റിന് കുറച്ച് വില കൂടുതൽ. 150. അതിന്റെ വലുതപ്പ അതിലേറെ വരുന്നുണ്ട്. ഇതിന്റെ നമ്മള് ഈ ചെറുതിന്റെ വൈറ്റിന് ഒന്നും കൂടി റേറ്റ് കൂടുതലാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 150 രൂപ വരും. അതിന് നമുക്ക് പറഞ്ഞത് 60 രൂപയാണ് വരുന്നത്. പിന്നെ ഇതെന്താ അരേലിയ അല്ലേ? ഗോൾഡൻ അരേലിയ. ഇതിനെത്ര റേറ്റ് വരുന്നത്? 50. നമ്മളെ നീണ്ടു വരുന്ന ടൈപ്പാണ്. കുറച്ച് നീളത്തിൽ വരും. അത് ബുഷായിട്ട്. ഇതിന് ഏകദേശം 50 രൂപയാണ് വരുന്നത്. ഇതൊന്ന് 2 ടൈപ്പ് ഉണ്ട് ഇതില്. ഇതൊന്നുകൂടി നീളത്തിൽ വരുന്നതാണ്. ബുഷായിട്ട് ഇത് ബുഷായിട്ട് നിൽക്കൂല്ലേ? അത് ബുഷായിട്ട് നിൽക്കുന്നത്. തണ്ട് വല്ലാണ്ട് ഹൈറ്റ് വരൂല. അത് ഇങ്ങനെ നല്ല ബോളായിട്ട് വരും. ഒരു ബുഷായിട്ട് നിൽക്കുന്ന ചെടിയാണ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നീളത്തിലും വലുതാവും, ഒരു ബുഷായിട്ട്. ഇത് കൂട്ടത്തോടെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും ഈ ഗോൾഡൻ അരേലിയ. ഇതിന് എത്ര റേറ്റ് ഏകദേശം വരുന്നത്? 50 രൂപ. 50 രൂപ അല്ലേ? അത് ഗോൾഡൻ സൈപ്രസ് അറിയാം. ഇതിലാ ഗോൾഡൻ സൈപ്രസ് 50 രൂപയാണ് ഈ വലുതിന്. ചെറുതിന് 100 രൂപ. ഇതിന് ഏകദേശം 350 രൂപയാണ്. ചെറുതാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ചെറുതിലാ? ഇതിന് എത്ര റേറ്റ് വരുന്നത്? 100 രൂപ. 100 രൂപ അല്ലേ? ഇതിന് ഏകദേശം 100 രൂപയാണ് വരുന്നത്. അതിന്റെ തന്നെ ഒരു വെറൈറ്റി, അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പേര് പൂജ. ഇത് നല്ല വലുതാവില്ലേ? നല്ല വലുപ്പമില്ല. ഉയരം വരുന്നുണ്ട്. അത് ഇതിന്റെ പോലെ കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട്. ഗോൾഡൻ സൈപ്രസിന്റെ വാരി കുറച്ച് ഉയരം വരുന്ന ചെടി അല്ലേ? വെള്ളം അത്യാവശ്യം നല്ലതാണോ? വെള്ളം ഉണ്ടാവുക. വെയിൽ കൊള്ളുന്ന ചെടിയാണ്. നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന ചെടിയാണ്. വെയിലത്ത് വെക്കേണ്ട ചെടികൾ തന്നെയാണ്. നിങ്ങളെ കാണുമ്പോൾ വെറൈറ്റി ഉണ്ടാവും. നമ്മൾ അടുത്ത് കുറച്ച് ഇൻഡോർ വീഡിയോയും കൂടെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ തന്നെ ഇതിന്റെ പേരെന്താ വെച്ചാൽ മോൺസ്ട്ര. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇത് വള്ളി പോലെ വരുന്നത് അല്ലേ? നല്ല ചട്ടിയിലാക്കിയാണ്ട് ഇങ്ങനെ ഒരു പൈപ്പൊക്കെ വെച്ച് കൊടുത്താൽ അങ്ങോട്ട് കയറ്റിട്ടാ നല്ല ചെടിയാണ്. വെള്ളം ഇൻഡോർ വെള്ളം കുറച്ച് മതി അല്ലേ?
അടുത്ത് ഇത് മണി പ്ലാന്റ് അല്ലേ? അത് മണി പ്ലാന്റ്. പ്ലാന്റ് പിന്നെ എല്ലാവർക്കും അറിയണതാവും. എങ്ങനെ ഇതിന്റെ റേറ്റ് എന്ത് വരുന്നത്? അതിന് 750. 750 അല്ലേ? ചെറിയ ചട്ടിയിൽ വരുന്നതിന് തന്നെ വില വരുന്നുണ്ട്. ഇതന്നെ ഉള്ളു, ഒറ്റ പീസുള്ളൂ? അത് ഒറ്റ തന്നെ. അടുത്ത് മണി പ്ലാന്റ് എന്താണ് റേറ്റ് വരുന്നത്? അതിന് 450. 450 അല്ലേ? ഇത് കുറെ വെറൈറ്റി ഉണ്ടാവില്ല? അത് 2-3 റേറ്റ് ഉണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. മഞ്ഞുണ്ട്. പിന്നെ ഏതാ നല്ല മണി പ്ലാന്റ് പെട്ട തന്നെയാ. മണി പ്ലാന്റ് തന്നെയാ. പിന്നെ ഒക്കെ ഒരേ റേറ്റ് വരുന്നത്? അതൊരു മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ഇത് അതേപോലെ ഒരു വേറൊരു വള്ളിയാണ്. പക്ഷെ അതിന് പേര് അതന്നെ. ഇതിന് എത്ര എങ്ങനെ റേറ്റ് വരുന്നത്? അതിന് 750 തന്നെ. 750 അല്ലേ? ഇത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ഇവിടെ കുറെ വെറൈറ്റികളുണ്ട്. ഇപ്പൊ കലാത്തിയില് പെട്ട തന്നെയാണ്. ഇതെങ്ങനെ കലാത്തി എങ്ങനെ റേറ്റ് എങ്ങനെ? ഇത് ചെറിയ ഇതില് 100 രൂപേന്റെ ഉണ്ട്, 150 രൂപേന്റെ ഉണ്ട്. ഇതില് ഇങ്ങനെ പോട്ടില് മാറ്റുമ്പോ കുറച്ച് വില കൂടുന്നുണ്ട്. വില കൂടുതലാ?